ചീത്ത പറയോ? ഞാൻ നീതുവാണ്. ശരി, കോൾ എടുത്തിട്ടില്ല കേട്ടാ. ഹലോ. അപ്പൊ ഇന്നലെ ഞാനൊരു ഗിവ് എവേയുടെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും പേര് റെസ്പോണ്ട് ചെയ്യുമെന്ന്. കാരണം ഇത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ അയക്കുന്നു ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. അപ്പം ഞാൻ ഇന്നലെ രാവിലെ 11 മണിക്കാണ് വീഡിയോ ഇട്ടത്. അപ്പം ഇന്ന് രാവിലെ 11 മണി വരെ ഉള്ളായിരുന്നു നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് ഗിവ് എവേയുടെ അല്ല, നമുക്ക് എൻ്റെ വക ഒരു സ്പെഷ്യൽ ഓണക്കോടിയായിട്ട് ഒരു 5 പേർക്ക് കൊടുക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 11 മണി വരെ അല്ല 2 മണി വരെയുള്ള എല്ലാവരുടെ പേരും ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും പേരുണ്ടായിരുന്നു റെസ്പോണ്ട് ചെയ്തത്. ഒരുപാട് സന്തോഷം കേട്ടോ. അതുപോലെ ഒരുപാട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് വേറെ വേറെ, അല്ലെങ്കിൽ മിസ് കോൾ അടിക്കുന്നുണ്ട്, വാട്സാപ്പ് കോൾ ചെയ്യുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നേരം പിടിച്ചിട്ടാണ് ഞാൻ ഇത് എഴുതി തീർത്തത്. എഴുതി തീർത്തത് എന്നെ ചേച്ചിയും അമ്മയും തുമ്പിയും ശിവയും കാർത്തും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പേരുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു 5 പേരെ സെലക്ട് ചെയ്യാം. ആ 5 പേർക്ക് എൻ്റെ വക ഒരു ഓണക്കോടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 5 പേരും ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ഞാൻ ചിങ്ങം 1 അപ്പോൾ ഇനിയും നമ്മളെ ഓണാവാൻ ഒരുപാട് ദിവസമുണ്ട്. അപ്പോൾ ഓണം വരെയാണ് നമ്മൾ പറഞ്ഞേക്കണത്. അപ്പോൾ ഇതിൽ നിന്നും അതുപോലെ ഇനി പേരെഴുതിയിടാനുള്ള ഒരു ക്ഷമ എനിക്കില്ല. കാരണം ഇത്ര എഴുതിയിട്ടപ്പോൾ തന്നെ ഞാൻ അവശതയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ നിന്നും തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ അയച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ നോക്കിയിട്ട് നിങ്ങളുടെ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം സെലക്ട് ചെയ്യണം എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം നമുക്കൊരു 5 പേരെ തിരഞ്ഞെടുത്താലോ. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് വന്ന ആൾക്കാരുടെ പേരുകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 5 എണ്ണം ഞാൻ സെലക്ട് ചെയ്യണം. ഇതാർക്കൊരു പരാതി വേണ്ട, ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാ നോക്കാം. സെൽഫ എന്നാണ് പേര്. അപ്പോൾ ആളെന്നെ കോണ്ടാക്ട് ചെയ്യണം. 1-ാമത്തെ ആള്. 2-ാമത്തെ ആള് ചെറിയൊരു പേപ്പറിലാണല്ലോ എഴുതിയിട്ടേക്കണം. മഞ്ജു സതീഷ്. എടുക്ക്, നല്ലോണം ഇളക്കിയിട്ട് എടുക്ക്. ഒരെണ്ണം എടുക്ക്, ഒരെണ്ണം. അതാ ഞാൻ തുറന്നു നോക്കാടാ. അനശ്വര. തുമ്പി എടുക്കുന്ന ഭാഗ്യശാലി ആരാന്ന് നമുക്ക് നോക്കാം. സജന ട്രിവാൻഡ്രമാണ്. അത് ഞാൻ ചിലവരുടെയൊക്കെ സ്ഥലങ്ങൾ പറഞ്ഞപ്പോൾ അതും കൂടി എഴുതിയിട്ടുണ്ട്. സജന ട്രിവാൻഡ്രം. ലാസ്റ്റ് ഒരെണ്ണം കൂടി. ഇതും കൂടിയേ. പ്രിൻസി പ്രസാദ്. ഇതാണ് കേട്ടോ. അപ്പം 5 ഭാഗ്യശാലികൾ. അപ്പം നമുക്ക് ഓരോരുത്തരായിട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ എന്താണെന്നറിയാം. ആദ്യം എടുത്തത് സെൽഫ എന്ന് പറഞ്ഞ പേരല്ലേ. അപ്പം നമുക്ക് അയാളൊന്ന് ആദ്യം വിളിച്ചു. ഓക്കെ. ചീത്ത പറയോ? ഹലോ. ഹലോ, സെൽഫയാണോ? ഞാൻ നീതുവാണ്. എടാ ഞാനേ ഒരുപാട് പേരുടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് നറുക്കെടുത്തിട്ട് ഒരു 5 പേരെ സെലക്ട് ചെയ്തായിരുന്നു ഒരു ഓണക്കോടി കൊടുക്കാനായിട്ടേ. അതിനകത്തപ്പോൾ ഒരാള് സെൽഫയാണ് കേട്ടോ. അപ്പൊ സെൽഫയുടെ ആദ്യം ഫസ്റ്റ് എടുത്തത് സെൽഫയുടെ തന്നെയാണ് പേര്. അപ്പം ഞാൻ ഓണക്കോടി അയച്ചു തരാം. അപ്പം എനിക്കൊന്ന് വാട്സാപ്പിൽ അഡ്രസ്സും ഫോൺ നമ്പറും എനിക്ക് അയച്ചു തരണേ. സ്ഥലം എറണാകുളമാണ്. ആണല്ലേ. ഇത് എവിടെയാണ് സ്ഥലം? എവിടെയാണ്? വർക്കല. ഓക്കെ ഓക്കെ. ആണല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ സെൽഫാണ് ഫസ്റ്റ് കിട്ടിയേക്കണ. സെൽഫൊക്കെ ആണേ. അപ്പം ഞാൻ ഗിവ് എവേല വിന്നർ അനൗൺസ്മെന്റ് ഓണത്തിനാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഒത്തിരി പേര് വന്നോണ്ട് നമ്മള് അതെ 24 മണിക്കൂറിനുള്ളിൽ വന്ന കുറച്ച് ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു 10,000 പേരെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നണ്. അപ്പൊ അതെല്ലാവരുടെയും പേര് സെലക്ട് ചെയ്തതിൽ സെൽഫി ഉണ്ട്. അപ്പൊ 5 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ കൺഗ്രാറ്റ്സ്. ആ വോയിസ് തന്നെയാണ്.
ഓ താങ്ക് യു ആണല്ലേ. അപ്പൊ എല്ലാരോടും എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. ഓക്കെ. അപ്പൊ ശരി. അപ്പൊ എനിക്കൊന്ന് അഡ്രസ് ഒന്ന് അയച്ചിട്ടേക്കണേ. ശരി. ഓക്കെ ബൈ. ഇനി നമുക്ക് പ്രിൻസി പ്രസാദിനെ വിളിക്കാം കേട്ടാ. എനിക്ക് തോന്നുന്ന ആള് ഇന്നലെ ലൈവിന് വന്ന ആളാണെന്ന് സംശയമുണ്ട്. ഹലോ പ്രിൻസി പ്രസാദ് അല്ലേ? ഞാൻ ഇതുവാണ് കേട്ടാ. അതെ പ്രിൻസി, നമ്മള് ഗിവ് അവേ നമ്മൾ ഓണത്തിനാണ് വിചാരിച്ചിരുന്നതേ. പക്ഷെ ഇന്നലെ ഒരുപാട് മെസ്സേജുകൾ വന്ന്. അപ്പൊ നമ്മള് വിചാരിച്ചു 24 മണിക്കൂറിനുള്ളിൽ അയച്ച 5 പേർക്ക് ഓണത്തിന് ഒരു ഓണക്കോടി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനകത്ത് ഒരാള് പ്രിൻസി പ്രസാദാണ് കേട്ടോ. അപ്പൊ ഞാൻ തെരഞ്ഞെടുത്തതില് ഒരാളുടെ പേര് പ്രിൻസി പ്രസാദ്. അപ്പൊ ഞാൻ നമ്പറിൽ വിളിച്ചതാണ്. എന്തോ എന്തോ ഇനി എനിക്കൊന്ന് വാട്സാപ്പില് അഡ്രസ് അയക്കണം. വിത്ത് ഫോൺ നമ്പർ വെച്ചിട്ട് അഡ്രസ് അയക്കണം കേട്ടാ. അപ്പൊ ഓണത്തിന് എന്റെ വക ഓണക്കോടി ഉണ്ട് കേട്ടാ. ഓക്കെ എന്നാ ശരി. ഓക്കെ ശരി. സജന ട്രിവാൻഡ്രോണേ. ഹലോ സജനയാണോ? ഞാൻ നീതുവാണ്. നീതുസ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിലെ നീതു. മനസ്സിലായ? ഓക്കെ. അതെ നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്തിരുന്നല്ലോ. അപ്പൊ അത് ഓണത്തിന് ആണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ 24 hours അയച്ച കുറച്ച് പേർക്ക്, അതായത് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് 5 പേർക്ക് നമ്മൾ ഓണക്കോടി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരാള് നമ്മുടെ സജിനയാണ് കേട്ടാ. അപ്പൊ സജിനക്കാണ് കിട്ടിയേക്കണത്. അപ്പൊ എനിക്ക് സജിനയ്ക്ക് വാട്സാപ്പിൽ ഒന്ന് അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരണേ. ഈ നമ്പറിൽ തന്നെ അയച്ചാ മതി കേട്ടാ. അപ്പൊ കൺഗ്രാറ്റ്സ്. ശരി എന്നാ. ഓക്കെ. അപ്പൊ ഇനി നമുക്കേ അനശ്വരനെ വിളിക്കാം കേട്ടോ. ശിവയാണ് അനശ്വരയുടെ നമ്പർ എടുത്തത്. നമുക്ക് അനശ്വരനെ ഒന്ന് വിളിക്കാം. അനശ്വര കോൾ എടുത്തിട്ടില്ല കേട്ടാ. ഞാൻ കൂടി വിളിച്ചു നോക്കാം. മഞ്ജു സതീഷിന്റെ നമ്പർ അടിക്കുന്നുണ്ട്. അനശ്വര ഒരു പ്രാവശ്യം കൊണ്ട്. ഹലോ മഞ്ജു സതീഷാണോ? ഞാൻ നീതുവാണ്. അറിയോ? നീതുവാണ്. മഞ്ജു, അതെ നമ്മള് ഇന്നലെ 24 hours വന്ന ഒരുപാട് ഇത് വന്നായിരുന്നേ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് 24 hours വന്ന ഒരു 5 പേർക്ക് ഓണക്കോടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരാള് നമ്മുടെ മഞ്ജു സതീഷാണ് കേട്ടാ. അപ്പൊ എന്റെ വകയാണ് ഓണക്കോടി പ്രാവശ്യം. ആണല്ലേ? താങ്ക് യു. അപ്പൊ ശരിയാടാ എന്നാ. ഓക്കെ. 4 പേരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അനശ്വരനെ മാത്രം കിട്ടിയില്ല. ആളെന്നെ കോണ്ടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇത്രയും പേർക്കാണ് ഓണക്കോടി. പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, എനിക്ക് കിട്ടിയില്ലെന്നൊരു വിഷമം വേണ്ട. കാരണം ഇനി ബാക്കിയുള്ളത് ഇത്രയും പേരുണ്ട് കേട്ടോ. ഇത്രയും പേരെയും കൂടി ഉണ്ട് നമ്മുടെ ഗിവ് അവേയിൽ. ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഇനിയിപ്പോൾ ഇതിനകത്തുനിന്നും തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ ഇനി വരുന്ന നമ്മളുടെ ഫോണിൽ വന്ന വാട്സാപ്പിൽ വന്ന മെസ്സേജുകളിൽ നിന്നും തിരഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട്. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഇത്രയും മാത്രമേ ക്രൈറ്റീരിയ ഉള്ളൂ. എന്നിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഗിവ് അവേയിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഗാ ഗിവ് അവേ അതുപോലെ തന്നെ നമ്മളുടെ സമ്മാനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വഴിയെ നിങ്ങളെ അറിയിക്കാം. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.